ആഗോളതലത്തിൽ ആണവായുധ ശേഖരത്തെക്കുറിച്ച് പഠനം നടത്തുന്ന പ്രമുഖ അന്താരാഷ്ട്ര തിങ്ക് ടാങ്കായ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ദക്ഷിണേന്ത്യയിൽ വീണ്ടും ആണവ തർക്കം രൂക്ഷമായി തന്നെ മുറുകുകയാണ്. ഇന്ത്യയുടെ ആണവായുധ ശേഖരം പാകിസ്ഥാനെ മറികടന്ന് വലിയ രീതിയിൽ മുന്നേറുകയാണെന്ന് സിപ്രിയുടെ കണ്ടെത്തലുകളെ ചോദ്യം ചെയ്തും തങ്ങളുടെ ആശങ്ക പരസ്യമാക്കിയും പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ കണക്കാക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യ ശേഖരമെന്നും ഇത് മേഖലയിൽ തന്ത്രപരമായ സന്തുലിതാവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണെന്നും പാകിസ്ഥാന്റെ പുതിയ അവകാശവാദമുണ്ട്. ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രതിരോധ കാര്യത്തിൽ ഇസ്ലാമാബാദ് കടുത്ത പരിഭ്രാന്തിയിലാണെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. സിപ്രിയുടെ 2026 ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആണവ പോർമുനകളുടെ എണ്ണം 190 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 180 ആയിരുന്നു. ഇതേസമയം പാകിസ്ഥാന്റെ പക്കൽ 170 പോർമുനകളാണ് ഉള്ളത്. ഇതാദ്യമായാണ് ചരിത്രത്തിൽ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യ ഇത്രയും വലിയ ലീഡ് സ്വന്തമാക്കുന്നത്. ഇതിലും പ്രധാനമായി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ തങ്ങളുടെ 12 ആണവ പോർമുനകൾ മിസൈലുകളിൽ പൂർണ്ണ സജ്ജമായി വിന്യസിച്ചതായും സിപ്രി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സമാധാന കാലത്ത് ആണവ പോർമുനകളും അവ തൊടുത്തുവിടാനുള്ള മിസൈലുകളും വേറിട്ട് സൂക്ഷിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറി ഏത് നിമിഷവും തിരിച്ചടിക്കാൻ പാകത്തിലുള്ള അത്യാധുനിക കാനിസ്റ്ററൈറ്റ് മിസൈൽ സംവിധാനങ്ങളിലേക്ക് ഇന്ത്യ മാറുകയാണെന്നാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചന. പാകിസ്ഥാനേക്കാൾ ഉപരി ചൈനയെ കൂടി ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ അതിരൂക്ഷമായ സൈനിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ പുതിയ കണക്കുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് സിപ്രി വിശേഷിപ്പിച്ച ഈ സൈനിക ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന്റെ ആണവായുധ സംഭരണ ശേഷിയുണ്ടെന്ന് കരുതപ്പെടുന്ന മിസൈൽ കൂടാതെ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. അന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ആണവ യുദ്ധത്തിന്റെ വാക്കോളം എത്തിയതായും ഇരുപക്ഷവും സൈബർ യുദ്ധമുറകൾ വളരെ ചരിത്രത്തിലാദ്യമായി പരീക്ഷിച്ചതായും അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കടുത്ത പ്രതിസന്ധിക്ക് പിന്നാലെയാണ് ഇന്ത്യ തങ്ങളുടെ സൈനിക ആധുനികവൽക്കരണവും ആണവ പ്രതിരോധ ശേഷിയും വൻതോതിൽ വർദ്ധിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യമായി ഇന്ത്യ മാറിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 8.9% വർധനവോടെ $92.1 മില്യൺ ആണ്. അതായത് ഏകദേശം കണക്ക് നോക്കുമ്പോൾ 7.6 ലക്ഷം കോടി രൂപ ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കായി ചെലവിട്ടിട്ടുണ്ട്. അമേരിക്ക, ചൈന, റഷ്യ, ജർമ്മനി എന്നിവയ്ക്ക് തൊട്ടു പിന്നിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയുടെ ഈ വൻ കുതിച്ചുചാട്ടം തങ്ങളെ തകർക്കുമെന്ന ഭയമാണ് പാകിസ്ഥാൻ പുറത്തുവിടുന്നത്. സിപ്രി പുറത്തുവിട്ട 190 എന്ന സംഖ്യയേക്കാൾ എത്രയോ മടങ്ങാണ് ഇന്ത്യയുടെ പക്കലുള്ള ആണവായുധങ്ങളെന്നും അതോടൊപ്പം തന്നെ പ്ലൂട്ടോണിയം ഉൽപാദനവും ആണവ അന്തർവാഹിനികളുടെ ശേഷിയും ഇന്ത്യ രഹസ്യമായി വർദ്ധിപ്പിക്കുകയാണെന്നും ഇസ്ലാമാബാദ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്ന ഒരു കർശനമായ നയം ദൃഢമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാജ്യം പ്രതിരോധ ശേഷി ശക്തമാക്കുന്നതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണേഷ്യൻ മേഖലയിൽ ചൈന പാക് കൂട്ടുകെട്ട് ഉയർത്തുന്ന ഇരട്ട ഭീഷണിയെ ചെറുക്കാൻ ഇന്ത്യയുടെ ഈ ആണവ മുന്നേറ്റം അത്യന്താപേക്ഷിതമാണ് എന്ന ഒരു വിലയിരുത്തലാണ് ഇതിലുള്ളത്.